നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പച്ചി ഇനി ഒരു അക്ഷരം പറയരുത്. എനിക്ക് പറയാതിരിക്കാനാവില്ല സഞ്ജു. നിന്റെ അമ്മ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകുന്നതാ ഞാൻ പറഞ്ഞു പോകുന്നത്. ശ്രീദേവി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ അല്ല എന്ന് പറയുമെങ്കിലും സ്വന്തം മകന്റെ ഒരു കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചു പോവില്ലേ? ഇത്രയും കാലം ആ സ്വപ്നവും മനസ്സിൽ വെച്ചല്ലേ ശ്രീദേവി ജീവിച്ചത്. അങ്ങനെ ഒരു മോഹം ശ്രീദേവിക്ക് ഇല്ലെങ്കിൽ ശ്രീദേവി ഒരു അമ്മയല്ലെന്നേ ഞാൻ പറയൂ. ഇങ്ങനെയൊന്നും പറയല്ല കവിത. ശ്രീകുട്ടി എന്റെ മോളാ. ഈ നിൽക്കുന്ന പെണ്ണിനെയും ശ്രീദേവി മോളാണെന്നല്ലേ പറയുന്നത്? ഒരധികപ്പറ്റ് പോലെ എങ്ങനെ ഇവൾ സഞ്ജുവിന്റെ ഭാര്യ എന്ന ലേബലിൽ ഇവിടെ ജീവിക്കും? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചു എന്ന പശ്ചാത്താപത്തിൽ ഉരുകിയായിരിക്കും ഇവൾ ഇവിടെ ജീവിക്കുക. എന്തിനങ്ങനെ ഒരു വിധിയിലേക്ക് ഇവളെ വലിച്ചെറിയണം? അപ്പച്ചി മതി. എന്റെ പേരിൽ ഇനി ആരും ഇവിടെ ഒച്ച വെക്കണ്ട. എനിക്ക് ആരുടെ സഹതാപവും വേണ്ട. സഞ്ജു സഞ്ജുനെ സ്വീകരിക്കട്ടെ. സഞ്ജു ഞാനും തമ്മിൽ ഇനി ഒരു വിവാഹം ഉണ്ടാവില്ല. വിവാഹം എന്റെ സ്വപ്നവും അല്ല. സ്വാതി, ഞാൻ ആ പഴയ സ്വാതി അല്ല സഞ്ജു. ഇനിമേൽ ദൈവത്തെ ഓർത്ത് സഞ്ജു എന്റെ പിന്നാലെ വരരുത്. അതെന്റെ അവസ്ഥയെ അപമാനിക്കുന്നതിന് തുല്യവാ. സഞ്ജുവിനെ വിധിച്ച പെണ്ണ് സഞ്ജനയാ. അയ്യോ, എന്റെ മോള് പറഞ്ഞതാ എനിക്കും കാഞ്ചനയ്ക്കും പറയാനുള്ളത്. ഈ കുടുംബം നിലനിന്നു പോട്ടെ, ഈ വിവാഹം നടക്കട്ടെ. സഞ്ജുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് അച്ഛ ഇത്. അച്ഛൻ വാക്ക് കൊടുത്തേക്ക്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഗംഗാധര പണിക്കർ ഒരു തീരുമാനം പറയണം. മമ്മി ധൃതി പിടിക്കാതെ ഇപ്പൊ നമുക്ക് പോവാം. എനിക്കിനി കാത്തിരിക്കാനാവില്ല. രണ്ടിലൊന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നമുക്ക് ഈ വിവാഹം നടത്താം അച്ഛ. സഞ്ജുവിന്റെ എതിർപ്പ് അച്ഛൻ വാക്ക് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. നടക്കില്ല. നിങ്ങൾ മോളെ വിളിച്ച് പോവാൻ നോക്ക്. മോനെ വേണ്ട. നമ്മുടെ കുടുംബത്തെ ഗ്രസിച്ച പാവം തീരാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് എനിക്ക് തിരുത്തണം. അതിന്റെ കാരണക്കാരൻ നിന്റെ അച്ഛനായിരുന്നെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട്. മുത്തച്ഛനെ മോൻ ധിക്കരിക്കരുത്. ഒന്നും കാണാനും കേൾക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് അവനെ. ഗൗരിയുടെ മോളെ എന്റെ മോൻ സ്വീകരിക്കണം. മുത്തച്ഛ, കരയരുതമ്മ. ഈ വേദന എങ്ങനെ നിനക്ക് നെഞ്ചിലടക്കാൻ കഴിയുന്നു മോളെ?
എനിക്ക് വേദനയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര വർഷം സഞ്ജുവിനെ സ്നേഹിച്ചതാ ഞാൻ. അച്ഛനെയും അമ്മയേക്കാൾ സഞ്ജുവാണ് എനിക്ക് വലുതെന്ന് തീരുമാനിച്ച നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഞ്ജു ഇപ്പോ എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാവുമ്പോ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ 10 മടങ്ങാ സഞ്ജു അനുഭവിക്കുന്നത്. എന്നോട് യാചിക്കാനുള്ള മനസ്സുമായിട്ട് സഞ്ജു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ 2 കണ്ണുകളും നാളെ ഇല്ലാതായാലും സഞ്ജു എന്നെ കൈവിടില്ല. എന്നോടുള്ള സഞ്ജുവിന്റെ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു പോകത്തുമില്ല. എന്റെ കുറവുകളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും സഞ്ജു കുറവായി കാണില്ല. സഞ്ജുവിന് അതിന് കഴിയില്ല. ഞാനില്ലാതെ സഞ്ജുവിനൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല. എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന സഞ്ജുവിനെ ഞാനായിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നതിന്റെ വേദന എനിക്ക്. എങ്ങനെ എനിക്ക് കഴിയുവച്ച സഞ്ജുവിന്റെ സങ്കടം കണ്ട് മുഖം തിരിച്ചു പോകാൻ. അച്ഛനാ വിവാഹത്തിന് സമ്മതം മൂളിക്കഴിഞ്ഞു. ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അതാവശ്യമോ മോളെ? അത് അംഗീകരിക്കാനല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല. സഞ്ജുവിനെ അവന്റെ വഴിക്ക് വിടാം. സാഹചര്യങ്ങൾ അവനെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കും. അവൻ പിന്നീട് അതിൽ ജീവിച്ചോളൂ. നമുക്ക് നമ്മുടെ വിധി. അല്ലെങ്കിൽ എന്റെ മോൾ അധികപ്പറ്റാവും. കവിതയായിട്ട് അതിന്റെ വഴിമരുന്ന് ഇട്ട് കഴിഞ്ഞു. ഈ വേദന മോള് സഹിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വേദന മോൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഞാനത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞു. ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോയെങ്കിലും ഇനി അതുണ്ടാവില്ല. നമുക്ക് നമ്മള് മാത്രം മതി അച്ഛ. നമുക്ക് ഇവിടെ നിന്ന് പോവാ അച്ഛ. വിവാഹം കഴിയുന്നത് വരെ ഇനി സഞ്ജുവിനെ കാണരുത്. പോവാ മോളെ, നമുക്ക് പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.